ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നഗറ്റ്സിൻ്റെ റെസിപ്പി ആട്ടോ. നമ്മളിതിവിടെ ചിക്കൻ വെച്ചിട്ടല്ല തയ്യാറാക്കുന്നത്, സോയ വെച്ചിട്ടാണ്. പക്ഷേ നല്ല കിഡിലും ടേസ്റ്റ് ആട്ടോ. നമ്മൾ ചിക്കനൊക്കെ കഴിക്കാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അതുപോലെ മക്കൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്കിതിലേക്ക് ആദ്യം വേണ്ടത് സോയയാണ്. ഞാനിവിടെ ഒരു കപ്പ് സോയയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് കഴുകിയിട്ട് നമുക്ക് വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വെക്കാം. ഞാനിവിടെ ഒരു 2 മണിക്കൂർ കുതിർക്കാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ ഉള്ളിയാണ് വേണ്ടത്. ഇതൊന്ന് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ചെറുതായിട്ട് അരിയൊന്നും വേണ്ട, നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വലുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് അരച്ചെടുക്കാനുള്ളത് കൊണ്ട് വലുതായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പച്ചമുളകാണ്. നിങ്ങൾ എരിവിനനുസരിച്ച് എടുത്തിട്ടോ. ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. നമ്മൾ 2 മണിക്കൂർ മുന്നേ കുതിർക്കാൻ വെച്ച സോയ നല്ല രീതിയിൽ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ പതയുണ്ടാവും, അതൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വരാം. നമ്മൾ പിഴിഞ്ഞെടുത്ത ഈ സോയ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഞാൻ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നോർമൽ മിക്സി ആണെങ്കിൽ അതിലും അരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെള്ളിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും അതുപോലെ വെളുത്തുള്ളി പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സോയ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരുപാട് ഉപ്പങ്ങ് കൂടിപ്പോകും. ഇതൊക്കെ ചേർത്തതിന് ശേഷമാണ് ഞാൻ ഇതിൽ ബ്ലേഡ് ഇട്ടിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചത്. നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ഇതെങ്ങനെ അരച്ചെടുക്കുന്നു. ഇതുപോലെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പറ്റാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ ആ സോയിലുള്ള വെള്ളം തന്നെ ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4 പീസ് ബ്രെഡ് കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് സ്മൂത്തായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കൊരു 4 പീസ് ബ്രെഡും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കട്ടെ. നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇതിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിവിടെ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു 4 ബ്രെഡും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ നല്ല സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് കുറച്ച് ബ്രെഡൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട കൂടെ വേണം. ഒരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ റൗണ്ട് ഷേപ്പിലും അതുപോലെ ഹാർട്ട് ഷേപ്പിലാണ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട്ലേറ്റൊക്കെ ചെയ്യുന്നത് പോലെ മുഴുവനും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. മുഴുവൻ ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഓയിലൊന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ചെറു തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ. നമ്മൾ സോയ വേവിക്കാത്തത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടില്ല. അതുപോലെ ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മൾ കോരി എടുക്കാൻ നേരത്തൊന്ന് തീ കൂട്ടിയിട്ടാൽ മതി കേട്ടോ, ഓയിൽ ഒരുപാട് അങ്ങ് കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ സോയ വെച്ചിട്ടുള്ള നെഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ചെറിയ സൈസിൽ ചെയ്തെടുത്തു കേട്ടോ. ഞാനിവിടെ കുറച്ച് അങ്ങനെ ചെയ്തെടുത്തത്. ഇതിലേറെ ടേസ്റ്റ് അതായിരുന്നു കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ തണുത്തപ്പോൾ ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ അതുപോലെ ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബായ്.